ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ ഇതിന്റെ ബിഗ് സ്ക്രീനില് എങ്ങനെ സെക്കൻഡ് ടൈം ആയിരുന്നു സിനിമ ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടു. കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാവരും കാണണം. തിങ്കൾ പൂവിൻ ഇതളവൾ മിന്നും. നമസ്കാരം. അഖിൽ NRD എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പൊ ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും. ഈ അഖിൽ NRDയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടായിരുന്നു. അപ്പൊ ആർക്കും ഒരു കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒളിച്ചോടി പോയെന്നുള്ളത്. അത് സംശയത്തിന്റെ മേളിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ പറയുന്നുണ്ടായിരുന്നു ഫേക്ക് ആണ്, ഒരുത്തന്റെ ജീവൻ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റുകളൊക്കെ വന്നിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അത് വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതെന്ന് നമുക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും കണ്ടു കാണും, പലരുടെയും വീഡിയോ കണ്ടു കാണും, അതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അഖിലിന്റെ ഭാര്യ ഒളിച്ചോടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അഖിൽ NRDയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മർച്ചന്റ് നേവിയിൽ അങ്ങനെ നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ്. 3 ലക്ഷം രൂപ ശമ്പളത്തോടൊക്കെ ഇരുന്ന ആളാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങി. ആ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങി. ഇപ്പൊ ഒരു പുതിയ സിനിമയൊക്കെ എടുത്തായിരുന്നു, മഹാരാജാസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ പരാജയമായിരുന്നു. എന്നാലും സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ ഫോളോവേഴ്സ് ഉള്ളതും അതുപോലെ പുള്ളിയുടെ ഓരോ റീൽസ് ഒക്കെ എല്ലാവരും കാണുന്നു. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് റീൽസ് ഒക്കെ. എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ വന്ന് ഇത് ഒരേ ഇതായതുകൊണ്ടും ഇവരുടെ ഒന്നും ചിലരുടെ അഭിനയം അത്രയും മോശമായതുകൊണ്ടും സത്യം പറയാമല്ലോ ഈ അഖിലിന്റെ ഉൾപ്പെടെ ഞാൻ കാണാറില്ല വെച്ചാൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും, അങ്ങ് തട്ടിക്കളയും എന്നുള്ളതല്ലാതെ. പക്ഷെ അഖിലിന്റെ മുഖത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം അഖിലൊരു നിഷ്കളങ്കനായിട്ടൊക്കെ നമുക്ക് തോന്നും ആ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും കഴിഞ്ഞ 1 വർഷം മുന്നെയാണ് ഈ പുള്ളിക്കാരിയെ കല്യാണം കഴിക്കുന്നത്. ഈ കല്യാണം കഴിച്ചതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഈ പറയുന്ന ഇവരുടെ വൈഫിന് വരെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിന് തന്നെ 1,12,000 13,000 എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉണ്ട്. അതും അഖിലിന്റെ കൂടെ വന്നതിന് ശേഷമാണെന്ന് ഓർത്തോണം. കഴിഞ്ഞ ദിവസം അഖിലിന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയപ്പോഴും അതിനുശേഷം സിനിമ കണ്ടിട്ടിറങ്ങിയപ്പോഴും ഈ പറയുന്ന അഖിലിന്റെ വൈഫ് അഖിലിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ ഇതിന് അടുത്തത് ഒളിച്ചോടാനിരിക്കുന്ന ആളാണ് ഈ സംസാരിക്കുന്നതെന്ന്? അത്രമാത്രം പാവമായിട്ട് അത്രമാത്രം ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് തോന്നുന്നു ഈ കുട്ടിയാണോ ഓടിയത് എന്നുള്ളത്. അഖില് കഴിഞ്ഞ ദിവസം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോയി. അപ്പൊ ഉറങ്ങിയതൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആള് നേരെ ബാഗും എടുത്ത് പാക്ക് ചെയ്ത് ഒരുത്തന്റെ കൂടെ പോയി എന്നാണ് പറയുന്നത്. അതും പന്തളത്തുള്ള അനൂപ് എന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ചിലര് അഖിലിനെ കുറ്റം പറയുന്നത് കേട്ടു. അഖിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആണ് കൂടുതലും നോക്കുന്നത്. അത് കണ്ടന്റ് എന്താണെന്ന് തപ്പി നടക്കുന്ന ആളാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വൻ പരാജയമായിരുന്നു, അതുകൊണ്ടാണ് ഇവർ ഓടിപ്പോയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കുറച്ച് പേരിറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പൊ അതെങ്ങനെ ന്യായീകരിക്കുന്നത്? ദാമ്പത്യ ജീവിതം പരാജയമായെങ്കിൽ അതിൽ ഏറ്റവും വലിയ വഴിയാണോ ഈ പറഞ്ഞ ഒളിച്ചോട്ടം? മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ഇവരുടെ ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 1 വർഷമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഈ പറയുന്ന ഒളിച്ചോടിയ പുള്ളി എത്ര മാസം മുന്നേ പരിചയപ്പെട്ട് കാണും? അക്കരെ പച്ച എനിക്ക് സ്വത്തും മുതലോ എനിക്ക് ഇങ്ങനെയുള്ള വലിയ ലാവിഷ് ജീവിതമൊന്നും വേണ്ട, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോയതെന്നാണ് പറയുന്നത്. അതിനാണ് എല്ലാവരും പറഞ്ഞത് പുള്ളി ദാമ്പത്യ ജീവിതത്തിൽ പുള്ളിക്ക് എന്തോ പരാജയമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൺഫേം അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും നമുക്ക് ഈ ഒളിച്ചോട്ടത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം. ഒളിച്ചോട്ടത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അത് പെണ്ണിന്റെ ഭാഗത്ത് ന്യായമായിക്കോട്ടെ ആണിന്റെ ഭാഗത്ത് ന്യായമായിക്കോട്ടെ, അതും കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, പരസ്പരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് ഡൈവോഴ്സ് വാങ്ങാമല്ലോ. അതിന് ഈ പറയുന്ന പോലെ ഒരുപാട് പേര് പറഞ്ഞ പോലെ 1 വർഷം 2 വർഷം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ കൂടി വന്നാൽ 1 മാസം 1.5 മാസം 2 മാസത്തിനുള്ളിൽ കിട്ടും ഇതൊക്കെ. പക്ഷെ അതിനു പോലും നിൽക്കാതെ കഴിഞ്ഞ ദിവസം വരെ അഖിലിന്റെ കൂടെ നടന്ന് അവസാനം അഖിൽ ഉറങ്ങാൻ പോയപ്പോൾ പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് പാക്ക് ചെയ്തു പോകുന്നു. ഇതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? എനിക്ക് ന്യായീകരിക്കാൻ തോന്നുന്നില്ല. അതിപ്പോ അഖിലിന്റെ ഭാഗത്ത് ഇപ്പൊ എന്തും ആയിക്കോട്ടെ, അഖില് മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ട് കമ്പനിയാണെന്ന് പറയുന്നു. അങ്ങനെ കമ്പനിയാണെന്ന് ഇരിക്കട്ടെ, എന്നാലും ഇതാണോ അതിനൊരു സൊല്യൂഷൻ? നമുക്ക് ആ ഒളിച്ചോടുന്ന ആ രംഗം ഒന്ന് കണ്ടില്ലയോ? ഒരു കൈലിയും ഒരു കറുത്ത ഷർട്ടും ഇട്ട ഒരാൾ കുറെ നേരം കൊണ്ട് അഖിലിന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് കൂടെ നടക്കുന്നുണ്ട്. 22-12-23 എന്നാണ് പറയുന്നത്. അപ്പം 10:15 ഓർത്തോണം, 10-12. എന്നിട്ട് പുള്ളി അവിടെയൊക്കെ ഒന്നും അറിയാൻ നിൽക്കുന്നുണ്ട്. ആട് പോന്നു 1 2 3 4. അപ്പം 3 കവറ് ഒരു ബാഗ് ഓക്കെ എടുത്തുകൊണ്ട് അപ്പോഴത്തേക്ക് വണ്ടി പുറകെ നിൽപ്പുകൊണ്ട് ആ വണ്ടി വരുന്നു, ആ വണ്ടിയിലേക്ക് ചാടി കയറുന്നു, പോകുന്നു. ഓക്കെ, എന്ത് സിമ്പിൾ പരിപാടിയാ. ഇട്ടുന്ന നൈറ്റി എങ്ങാണ്ടാന്ന് തോന്നുന്നു, അതോടെ തന്നെ പോയി. എന്താ വീട്ടിൽ നിൽക്കുവാണല്ലോ, മറ്റുള്ളവരെ ബോധിപ്പിക്കണമല്ലോ. ഈ പറഞ്ഞ അഖിലിനെ ആണെങ്കിലും ബോധിപ്പിക്കണമല്ലോ. ഇവർക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു അഖിലിന്റെ കൂടെ ജീവിക്കാൻ. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എത്രയോ വഴികൾ വേറെയുണ്ട്. ഈ ഒളിച്ചോട്ടമല്ലാതെ ഇവനൂടെ തന്നെ നിങ്ങളാണ് ജീവിച്ചോ. പക്ഷെ അഖിലിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരാൾ ഒളിച്ചോടി എന്നല്ലേ ഇപ്പൊ എല്ലാവരും പറയുന്നത്. അതിനുള്ള ഇടവരുത്തിയതാരാ? ഇവള് തന്നെ.
ഇതിനൊക്കെ ന്യായീകരിക്കാനൊന്നും ഞാനില്ല. ഒരുപാട് പേര് ഇതിനെ വെച്ചിട്ടൊക്കെ ന്യായീകരിക്കുന്നൊക്കെ കണ്ടു. എന്നെ കിട്ടത്തില്ല ആ ന്യായീകരണത്തിനൊന്നും. കാരണം ഇവർക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്നിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരി, വീട്ടിൽ പറയണ്ട, അഖിലിനോട് പറയാലോ, അഖിലെ എനിക്ക് നീയുമായിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മറ്റൊരു ബന്ധമുണ്ട്. ഇങ്ങനെ ഒളിച്ചോടുന്നതിനേക്കാൾ നല്ലതില്ലയോ, ബന്ധമുണ്ട്, നീ ഞങ്ങളെ ജീവിക്കാൻ വിടണം, ഡൈവോഴ്സ് തരണം എന്ന് പറഞ്ഞാൽ അവൻ കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർ വന്ന് സംസാരിച്ചാലും ഇത്രയും ഡീപ്പായ ഒരു സ്നേഹമാണെങ്കിൽ, ഇത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ, ഇവനും മറ്റേ ഈ ഒളിച്ചോടിയവനുമായിട്ട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ഇവൾ എന്തായാലും അവിടെയും പറയത്തില്ല എനിക്ക് ഇവനെ വേണ്ട, ഈ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ മറ്റവന്റെ കൂടെ ഞാൻ പൊയ്ക്കോളാന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ വീട്ടുകാരൻ നന്ദി ഇറങ്ങി പൊയ്ക്കോന്നല്ലയോ പറയത്തുള്ളൂ. ഇപ്പം പേരുദോഷം വന്നത് ആർക്കാ? ഈ പറയുന്ന ഈ പെണ്ണെന്ത് ചെയ്തു? 1 വർഷം മുന്നേ അവന്റെ ജീവിതത്തിലോട്ട് വന്നു, അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഇറങ്ങിപ്പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി മറ്റൊരു വശം, അഖിലിന് മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അഖിലുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 പേര് അറിഞ്ഞ് നിങ്ങളെ കല്യാണം കഴിച്ച് വിട്ടതല്ലേ? വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണല്ലോ കല്യാണം നടത്തിയത്, അല്ല നിങ്ങൾ ഒളിച്ചോടി പോയി കല്യാണം നടത്തിയവരല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാമല്ലോ. ഈ പറഞ്ഞ പെണ്ണിന് അവരുടെ വീട്ടിൽ പറയാം, അതുപോലെ തന്നെ ഈ അഖിലിന്റെ വീട്ടിലും പറയാമല്ലോ, ഇങ്ങനെ അഖിലിന് ബന്ധമുണ്ട്, എനിക്ക് അഖിലിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയാമല്ലോ. അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തുമല്ലോ. ഓക്കെ, ഇപ്പൊ അതൊന്നും അല്ല. ഇത് അഖിലുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ബന്ധം ഈ പറയുന്ന ആളുമായിട്ട് ഒരു ബന്ധം തുടർന്നു, അതാണ് സത്യം. തുടർന്നു കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും പിരിയാൻ വയ്യാതായി. എന്നുവെച്ചാൽ അഖില് കൂടുതലും വെളിയിലായിരിക്കാം, അതിന്റെ ഓരോ പരിപാടികളുമായിട്ടൊക്കെ വെളിയിലും ഒക്കെ ആയിരിക്കും. ഈ പറയുന്ന പോലെ വലിയ ഇതുപോലെ ഒന്നും നോക്കാൻ പറ്റി കാണത്തില്ല, ദാമ്പത്യ ജീവിതം അല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പോയി ഇന്ന് സ്നേഹിക്കാനോ ഒന്നും പറ്റി കാണത്തില്ല. 1 വർഷമല്ലേ ആയുള്ളൂ. അപ്പം കൂടുതൽ കെയർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, അവന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കാണത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കെയർ കിട്ടുന്നിടത്ത് ഈ കുട്ടി പോയി വീണു കഴിഞ്ഞപ്പോ എന്താ, അവനെ മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. നേരത്തെ സ്നേഹിച്ചു കെട്ടിയതറിയാ അഖിലിനെ, ഇപ്പൊ സ്നേഹിച്ച് കെട്ടിയതാറിയാ വേറൊരാളെ. ഇപ്പൊ ഇനി അവിടുന്ന് ചാടിപ്പോത്തില്ലെന്ന് ആര് കണ്ടു? ഈ പറഞ്ഞ കുട്ടി അവിടുന്ന് ചാടിപ്പോത്തില്ലെന്ന് ആര് കണ്ടു? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അഖിലിന്റെ സിനിമ കണ്ടിട്ട് അഖിലും വൈഫും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോ കാണിക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പെണ്ണ് ഇപ്പൊ ഒളിച്ചോടാൻ നിൽക്കുന്ന പെണ്ണാണെന്ന് ആരെങ്കിലും പറയുമോ? എന്തൊരു പാവം, നമുക്ക് കണ്ടാ തോന്നി എന്തൊരു പാവം, ഇതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. കൂടെ കിടന്ന ആളിനെ കാണുന്നില്ല, അത്ര ഓർത്താ മതി. എങ്ങോട്ടായി ജീവിതം പോകുന്നത്? മറ്റുള്ളവന്റെ ഒക്കെ പെണ്ണുപിള്ളമാരെ അടിച്ചുകൊണ്ട് പോകാൻ ഓരോരുത്തന്മാരെ കച്ച കെട്ടി ഇറങ്ങിയേക്കുക. ചുരുക്കം പറഞ്ഞ അതാണ്. അതിനൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടല്ലോ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്തിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ ഒരുത്തന്റെ ജീവിതം തകർത്തിട്ട് അവന്റെ ജീവിതത്തിലേക്ക് പോയിട്ട് അവനായിരിക്കും പ്രശസ്തൻ, അവനാണല്ലോ പ്രശസ്തൻ. അപ്പം അവനെന്തായി? അവന് നല്ലൊരു നെഗറ്റീവ് അല്ലേ ഉണ്ടായി കൊടുത്തിരിക്കുന്നത്. അവന്റെ ഭാര്യ ഓടിപ്പോയി എന്നല്ലേ പറയുന്നത്. ഇവക്കെന്ത് പോയി? ഇവക്കൊന്നുമില്ല, അവനിവിടെ പോയി അവള് ജീവിക്കും. പക്ഷെ പോയത് ആർക്കാ? ഇവനാ. പലരും പറയും, ഇനിയിപ്പോ സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞു, എല്ലാവരും പറഞ്ഞത് അവന്റെ ഭാര്യ ഒളിച്ചോടി പോയതാ. അങ്ങനല്ലേ പറയൂ? ഈ ഒളിച്ചോടി പോയവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇനി അവിടുന്ന് വേണേലും ഒളിച്ചോടിപ്പോ. ഇഷ്ടപ്പെട്ടു. കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാവരും കാണണം. ആഗ്രഹമായിട്ട് ഇങ്ങനെ നായകനായി പോകുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയോ? ഇത് ഈഗോ എല്ലാം തോന്നി? സന്തോഷമാണ്. അല്ല, ചുമ്മാ ഒരു തമാശക്ക് വേണ്ടി ചോദിച്ചതേ. എന്താങ്കിലും അപ്പൊ ഇനി സിനിമ കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ ആ പെണ്ണ് ഒളിച്ചോടാൻ നിൽക്കുന്ന പെണ്ണാണെന്ന്? ഒരിക്കലും തോന്നില്ല. അല്ലെങ്കിൽ വേറൊരു ബന്ധം ഉണ്ടെന്ന് ആ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? അയ്യോ അഖിലല്ലാതെ വേറെ അവർക്ക് എന്തോ ബന്ധം ഉണ്ടെന്നുള്ളത് ഒന്നും ഇല്ല. നിഷ്കളങ്കമായ മുഖമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ, വലിയ ബിഗ് സ്ക്രീനില്? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? സെക്കൻഡ് ടൈം ആയിരുന്നു സിനിമ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഇത് മെയിൻ റോൾ ചെയ്യുന്ന സെക്കൻഡ് ടൈം ആയിരുന്നു. ഇതിനു മുമ്പ് വേറെ സിനിമ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നോക്കിക്കേ, ആ സന്തോഷമൊക്കെ നോക്കിക്കേ മുഖത്ത്. ആ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ഇവൾ ഓടാൻ നിൽക്കുന്നവളാണ്? സിനിമ ചുരുക്കം പറഞ്ഞാല് കൂടെ നിൽക്കുന്നവരെ പോലും കാണത്തില്ല. ഈ നിഷ്കളങ്കതയൊക്കെ മുഖത്തേ കാണത്തുള്ളൂ, മനസ്സിലോ ഇപ്പൊക്കെ വേറെ ആയിരിക്കും. ഇതിടയ്ക്കാണ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വന്നത്. വെഡിങ് ആനിവേഴ്സറി വന്നപ്പോൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. എനിക്ക് വണ്ടി വേണം ഒരു റീലൊക്കെ ഇടുന്നത് റീല് നമ്മളെല്ലാം കണ്ടതാണ്. എന്നിട്ട് ഇവനൊരു വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവളുടെ പേരിലാണോ വണ്ടി, ഇവന്റെ പേരിലാണോ വണ്ടി എന്ന് അറിയത്തില്ല. ഇനി ഇവിടെ പേരിലുള്ളതല്ല, ഇനി കേസ് പറഞ്ഞ് വാങ്ങിക്കുമോ ഒന്നും അറിയത്തില്ല. ഇനി അങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യാറ്. എന്തായാലും മിക്കവാറും വണ്ടി ഇവിടെ പേരിലാണെങ്കിൽ ഇവള് പറയും എനിക്ക് എന്റെ വണ്ടി വേണം, ഞാനാണ് അതിന്റെ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താലും. പിന്നെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ആയതുകൊണ്ട് കൗണ്ടർ ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി എന്തെല്ലാം ഇനി ഇവിടെ പേരിൽ അവൻ ആക്കിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് ഓടിയെന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ പറയുന്നു, ആ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഓടിപ്പോയെന്നുള്ളത്. എന്നാലും ഈ കൊണ്ടുപോയവൻ ഒരു കോഴിയാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് പറയുന്നുണ്ട്. ഈ കൊണ്ടുപോയവനെ നാട്ടിൽ വിളിക്കുന്നത് കോഴി എന്നാണെന്നാണ് പറയുന്നത്. കോഴിയുടെ കൂടെ പോയിട്ട് ഇനി എത്ര കാലം ഇനി അവിടെ ജീവിക്കുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഖിലിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ചിലപ്പം അഖിലിന്റെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പുറകോട്ടായിരിക്കാം, അല്ലെങ്കിൽ അവന് മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. ഓക്കെ, സമ്മതിച്ചു.
ഇതിനെല്ലാം സൊല്യൂഷൻ ഇതാണോ? 6 മാസം മുന്നേ എങ്ങാണ്ട് കണ്ട ഒരുത്തന്റെ കൂടെ ഓടിച്ചോടി പോയാൽ അവക്കെന്ത് പോയി? അവക്കൊന്നും പോകാനില്ല, അവനേ പോകത്തുള്ളൂ. അവനെ പോകുന്ന പോട്ടെ, ഒളിച്ചോടി പോകുന്നത് പോട്ടെ, വെളിയിൽ ഈ അഖിലിനെ പറ്റി പറയുന്ന വിഷയങ്ങൾ എന്തോ അവൻ ദാമ്പത്യ ജീവിതത്തിൽ പരാജയമാണെന്ന്. അപ്പൊ ഇനി ജീവിതത്തിൽ അവന് ഒരു പെണ്ണ് കിട്ടരുത് എന്നുള്ള രീതിയിലാണോ ഈ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പെണ്ണിനെ ഇവനെ കെട്ടണമെങ്കിൽ ഇവനിപ്പോ ദാമ്പത്യ ജീവിതം നല്ലതാണെന്ന് ഇവനെ അറിയിച്ചിട്ടല്ലേ ഇവന് കെട്ടാൻ പറ്റും. എന്തായാലും അവള് പോയി. അപ്പൊ ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടായോ? ഇങ്ങനെ കൺഫേം ആയി ഇവൻ ദാമ്പത്യ ജീവിതത്തിൽ വൻ പരാജയമാണെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? അല്ലെങ്കിൽ ഇവന് മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം പോട്ടെ, അതുപോലെ അബോഫെയറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലേ എന്നൊക്കെ നമുക്ക് പറയാം, അവർ ഇഷ്ടമാണല്ലോ എന്ന്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ പുള്ളി പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനി ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടുമോ എവിടുന്നേലും? എന്തായാലും പോയവള് പോയി. ഇതാ നമ്മൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. പറയേണ്ടവർക്ക് എന്തും പറയാം. എന്തായാലും ആ പെണ്ണിന്റെ ഭാഗത്ത് എത്രമാത്രം ന്യായമായിക്കോട്ടെ, എന്തുമാത്രം ന്യായം ഉണ്ടായിരിക്കട്ടെ, ആ പെണ്ണിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു തെറ്റുമില്ലെന്നിരിക്കട്ടെ, എന്ത് തെറ്റില്ലെന്നിരിക്കട്ടെ, പക്ഷെ ഇപ്പൊ ഈ ചെയ്ത് തെറ്റാണ്. എന്തായാലും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോട്ടെ, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, 10 പേര് അറിഞ്ഞാണ് ഇവൻ കെട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ പിന്നെ ഇവർ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിൽ പറയാം, അഖിലിന്റെ വീട്ടിൽ പറയാം, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പറയാം. അല്ലെങ്കിൽ ഇവനോട് ജീവിക്കാൻ താല്പര്യമില്ല, അവനോട് തന്നെ നേരിട്ട് പറയാം, എനിക്ക് ഇതിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറൊരു അഫെയർ ഉണ്ട്, എനിക്ക് ഇത് തരണം എന്ന് പറയും. അത് ചോദിച്ചിട്ട് ഇവൻ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടും ഇവൻ നിർബന്ധം പിടിച്ച് അല്ലെങ്കിൽ ഉപദ്രവിച്ച് നിന്നെ വല്ലതും ചെയ്യുവാണെങ്കിൽ നിനക്ക് സോഷ്യൽ മീഡിയ നിന്റെ കയ്യിലുണ്ടല്ലോ, നിനക്ക് വീഡിയോ ഇടാമല്ലോ, അപ്പൊ 10 പേര് അറിയുമല്ലോ, അപ്പൊ നിന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല. നീ അവനെ മോശമാക്കുന്ന രീതിയിലാണ് ഈ പെണ്ണ് ഇറങ്ങി പോയേക്കുന്നത്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിനകത്ത് നീ ഒന്നും പറയാനില്ല. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവന്റെ കൂടെ പോയി ഇനി ഇവള് ജീവിച്ചാൽ മതി. ഇനി അവന്റെ അടുത്തുനിന്ന് എപ്പോൾ ചാടി പോകുന്നുള്ളത് അവനും എന്തായാലും തോന്നുമല്ലോ. എന്തായാലും ഒരുത്തന്റെ അടുത്തുനിന്നാലും എന്റെ അടുത്ത് ചാടി വന്നേ, അപ്പൊ ഇനി എന്റെ അടുത്ത് നീ എപ്പോൾ ചാടി പോകുന്നുള്ളത് എന്തായാലും അവന്റെ മനസ്സിൽ കാണും. ഇവളെ ഇടം വലം തിരിയാൻ വിടത്തില്ല. ഇനിയാണ് ഇവൾ അനുഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും കൊള്ളാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.